ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ കോറിലേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺജങ്ഷൻസ് ഇല്ലേ, നമ്മൾ നേരത്തെ ഇപ്പം എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിക്കും പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. പാർട്സ് ഓഫ് സ്പീച്ച്, ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ നൗണ്, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വെർബ് പഠിച്ചു. അതിൽ കൂടെ നെക്സ്റ്റ് വരുന്ന ഒന്നാണ് കൺജങ്ഷൻ. ഈ കൺജങ്ഷൻ എന്ന് പറയുന്ന കുറേ ഉണ്ട്, പക്ഷേ PSC അതിൽ നിങ്ങളോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കോറിലേറ്റീവ്സ്. അപ്പോൾ കോറിലേറ്റീവ് കൺജങ്ഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. കോറിലേറ്റീവ് കൺജങ്ഷൻസുകൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണ്. ബാക്കിയുള്ള കൺജങ്ഷൻസ് നമ്മൾ പഠിക്കും. സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കോറിലേറ്റീവ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോറിലേറ്റീവ്സ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, ആളുകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തീർക്കേണ്ടതായിട്ട് വരും. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകും. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈവിന് വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ പോയിന്റിലേക്ക് വരാം. കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, എയ്തർ ഓർ, നെയ്തർ നോർ, വെദർ ഓർ, ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോ സൂറർ ദാൻ ആൻഡ് റാദർ ദാൻ, ഇങ്ങനെ രണ്ട് ഭാഗങ്ങളുള്ള കൺജങ്ഷനുകളെയാണ് നമ്മൾ കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺജങ്ഷൻസിന്റെ ഒരു വിഭാഗമാണ് കോറിലേറ്റീവ്സ് അല്ലെങ്കിൽ കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ സുഖമാണ്. ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, രണ്ട് ഭാഗമുണ്ട് ഈ കൺജങ്ഷനുകൾക്കെല്ലാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഹാർഡ്ലി വെൻ എന്ന് പറയുന്നത് എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദ ബോയ് സീൻ ദ വാച്ച്മാൻ, സൂൺ ഹി റാൻ അവേ. ഈ രണ്ട് സെന്റൻസുകൾ നിങ്ങളൊന്ന് പരിഗണിക്കുക. ബോയ്, ആൺകുട്ടി, സീൻ ദ വാച്ച്മാൻ, വാച്ച്മാനെ കണ്ടു, സൂൺ, ഉടൻ തന്നെ, ഹി റാൻ അവേ, അവൻ ഓടിപ്പോയി. അപ്പൊ ഈ ഉടൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കാണ് സൂൺ. അതിന് പകരം നമ്മൾ ഈ പറയുന്ന ഹാർഡ്ലി വെൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഒന്നാക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഹാർഡ്ലി വെൻ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഹാർഡ്ലിയും അടുത്ത ക്ലോസിന്റെ മുമ്പിൽ വെന്നുമാണ് ഉപയോഗിക്കുക. വെൻ ഉപയോഗിക്കുമ്പോൾ ഈ സൂണിന് പകരമാണ് വെൻ ഉപയോഗിക്കുന്നത്. ഹാർഡ്ലി കഴിഞ്ഞ ഉടനെ ഹാഡ് ഉപയോഗിക്കും. അപ്പൊ ഹാർഡ്ലി വെൻ ഉപയോഗിക്കുമ്പോൾ ഹാർഡ്ലി ഹാഡ് ദ ബോയ് സീൻ ദ വാച്ച്മാൻ വെൻ ഹി റാൻ അവേ എന്നൊറ്റ വാക്ക് സെന്റൻസ് ആയിട്ട് നമ്മൾ എഴുതി. ഹാർഡ്ലി ഹാഡ് ദ ബോയ് സീൻ ദ വാച്ച്മാൻ വെൻ ഹി റാൻ അവേ. അതേപോലെ ദ ഡ്രൈവർ സോ ദ സിഗ്നൽ ക്വിക്ക്ലി ഹി അപ്ലൈഡ് ദ ബ്രേക്ക്. ഇവിടെ ഹാർഡ്ലി ഹാഡ് വെൻ എന്താ ചെയ്ത്, ക്വിക്ക്ലി എന്ന് പറയുന്ന ഈ വാക്ക് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ദ ഡ്രൈവർ സോ ദ സിഗ്നൽ എന്നുള്ളത് ഹാർഡ്ലി ഹാഡ് ദ ഡ്രൈവർ സീൻ ദ സിഗ്നൽ വെൻ ഹി അപ്ലൈഡ് ദ ബ്രേക്ക്. എന്താ ഇതിന്റെ അർത്ഥം? ഇന്ന സംഗതി സംഭവിച്ചതും അങ്ങനെ ചെയ്തു. അപ്പോൾ ഹാർഡ്ലി ഹാഡ് ദ ഡ്രൈവർ സീൻ ദ സിഗ്നൽ, സിഗ്നൽ കണ്ടതും എന്ത് ചെയ്തു, വെൻ ഹി അപ്ലൈഡ് ദ ബ്രേക്ക്, ബ്രേക്ക് ചവിട്ടി. ഒരു സംഭവം സംഭവിച്ചതും മറ്റൊന്ന് സംഭവിച്ചു എന്ന് പറയാനാണ് ഹാർഡ്ലി വെൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഹാർഡ്ലി വെന്നിന്റെ ഉപയോഗം മനസ്സിലായല്ലോ. ഞാനൊരു എക്സാമ്പിൾ തരാം. ഹി ക്ലോസ്ഡ് ദ ഡോർ, സൂൺ somebody knocked at it. He closed the door. അദ്ദേഹം വാതിലടച്ചു. സൂൺ somebody knocked at it. ആരേമ മുട്ടി. ഇതിന് നമുക്ക് ഹാർഡ്ലി വെൻ ഉപയോഗിച്ചുകൊണ്ട് യോജിപ്പിക്കണം. എങ്ങനെ യോജിപ്പിക്കാം? ഹാർഡ്ലി വെൻ ഒന്ന് പറഞ്ഞേ. സിമ്പിൾ ആണ് അല്ലേ? എങ്ങനെയാ ജിൻസി, അഞ്ജു? ഹാർഡ്ലി ഹാഡ് അല്ലേ? എന്നിട്ടോ ഹി ക്ലോസ്ഡ് ദ ഡോർ, ഹി ക്ലോസ്ഡ് ദി ഡോർ. എന്നിട്ട് വെൻ എന്ന് എഴുതുമ്പോൾ ഇത് തട്ടും, സോറി സൂൺ തട്ടും. സംബഡി knocked at it. ഇത്രയുള്ളൂ. ഹാർഡ്ലി ഹാഡ്, ഹി ക്ലോസ്ഡ് ദ ഡോർ വെൻ സംബഡി knocked at it. വളരെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ ഹാർഡ്ലി ഹാഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വാട്ട് ഈസ് സ്കേഴ്സ്ലി വെൻ. സ്കേഴ്സ്ലി വെൻ എന്നത് സെയിം അതുപോലെ തന്നെയാണ് ഈ സ്കേഴ്സ്ലി വെന്നും എഴുതുന്നത്. നോക്കിയേ, രണ്ട് സെന്റൻസ്. ഐ റീച്ച് ദ സ്റ്റേഷൻ, ദ ട്രെയിൻ സ്റ്റാർട്ടഡ്.
ഇതിൽ നമ്മൾ സ്കേഴ്സ്ലി when ഉപയോഗിച്ച് യോജിപ്പിക്കുകയാണ്. സ്കേഴ്സ്ലി ഹാർഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ when the train started. ഓക്കെ, ഹാർഡ് എപ്പോഴും ചേർക്കണം. രജിതിന്റെ ചോദ്യം ഹാർഡ് എപ്പോഴും ചേർക്കണമെന്നാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഹാർഡ്ലി ഹാർഡും സ്കേഴ്സ്ലി വെന്നും ഹാർഡ്ലി വെന്നും സ്കേഴ്സ്ലി വെന്നും ഉപയോഗിക്കുമ്പോൾ ഹാർഡ് ഉണ്ടാവും. ഓക്കെ, യെസ്. I thought of having ice cream, then my friend bought for me. Okay, scarcely had I thought of having ice cream when my friend bought for me. Simple. രണ്ടും ഒരേപോലെ തന്നെയാണ്. ഹാർഡ്ലി വെന്നും സ്കേഴ്സ്ലി വെന്നും എഴുതുന്നത് രണ്ടും ഒരുപോലെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. കൂടുതൽ എക്സാമ്പിൾസ് വേണമെങ്കിൽ മുമ്പോട്ട് നോക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ ഷൈനി ലെഫ്റ്റ് ദ പ്ലേസ് അറ്റ് വൺസ് ഹർ ഹസ്ബൻഡ് ഇവിടെ husband came there. അപ്പോൾ scarcely had Shiny left the place when her husband came there. Okay, when. ഇതിന് at once ന് പകരം when. Thomas became unconscious. അപ്പോൾ scarcely had Thomas become unconscious. soon ന് പകരം when the doctor arrived. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ പഠിച്ച കാര്യം ഹാർഡ്ലി ആണെങ്കിലും സ്കേഴ്സ്ലി ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഹാഡ് പിന്നെ സബ്ജക്റ്റ്, അങ്ങനെയല്ലേ? സ്കേഴ്സ്ലി അല്ലെങ്കിൽ ഹാർഡ്ലി കഴിഞ്ഞിട്ട് ഹാഡ് എഴുതിയിട്ട് സബ്ജക്റ്റ്, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആക്ഷൻ എഴുതും, അത് കഴിഞ്ഞ് വെൻ എഴുതും, എന്നിട്ട് സബ്ജക്റ്റ് എഴുതും, സെക്കൻഡ് ആക്ഷൻ എഴുതും. അങ്ങനെയല്ല അതിന്റെ രീതി. ഇപ്പൊ ഹാർഡ്ലി ഹാർഡ് ഐ കോൾഡ് മൈ മദർ, ഇതാണ് ഫസ്റ്റ് ആക്ഷൻ. വെൻ മൈ ബെൽ ഇത് സബ്ജക്റ്റ് ആണ്. റാങ് അതാണ് സെക്കൻഡ് ആക്ഷൻ. അപ്പൊ ഹാർഡ്ലി ഹാർഡ് ഐ കോൾഡ് മൈ മദർ, ഞാൻ അമ്മനെ വിളിച്ചതും when my bell rang, bell അടിച്ചു. scarcely had she finished eating, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതും when she got a stomach ache, വയറുവേദന തുടങ്ങി. ഓക്കെ, ഇതേ സംഗതി ഇപ്പോഴത്തെ ഓർഡർ ഹാർഡ്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി പ്ലസ് ഹാർഡ് പ്ലസ് സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കതിനെ വേറൊരു രൂപത്തിൽ എഴുതാൻ പറ്റും. ഈ സബ്ജക്റ്റ് ആദ്യം എഴുതിയിട്ട് ഹാഡ് എഴുതിയിട്ട് ഹാർഡ്ലി സ്കേഴ്സ്ലി, അതായത് ഇത് 1 2 3 ഓർഡർ ആണെങ്കിൽ 3 to 1 ഓർഡറിലും എഴുതാം. സബ്ജക്റ്റ് ആദ്യം എഴുതിയിട്ട് ഹാഡ് എഴുതിയിട്ട് ഹാർഡ്ലി എഴുതാം. അതായത് ഹാർഡ്ലി ഹാർഡായി എന്നത് ഐ ഹാഡ് ഹാർഡ്ലി കോൾഡ് മൈ മദർ വൺ മൈ വെൽ. ഈ രൂപത്തിലും സെന്റൻസുകൾ പരീക്ഷയ്ക്ക് വരുന്ന കാണാം. രണ്ട് ഫോർമാറ്റ് ഉണ്ട്, 1 2 3 ഫോർമാറ്റ്, 3 to 1 ഫോർമാറ്റ്. അത് ഹാർഡ്ലി ഹാഡായി, ഹാർഡ്ലി ഹാഡ് പ്ലസ് സബ്ജക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ഹാർഡ്ലി. അതുപോലെ ഷീ ഹാഡ് സ്കേഴ്സ്ലി, ഐ ഹാഡ് ഹാർഡ്ലി, ഹാർഡ്ലി ഹാഡായി, സ്കേഴ്സ്ലി ഹാഡായി, സ്കേഴ്സ്ലി ഹാഡ് ഷീ. ഈ രണ്ട് ഫോർമാറ്റും കൂടി ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു, ഹാഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കോറിലേറ്റീവ് കണ്ടീഷനാണ് എയ്തർ ഓർ. എയ്തർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി യൂസ് എയ്തർ ഓർ ടു പ്രസന്റ് ടു ഓപ്ഷൻസ്, രണ്ട് ഓപ്ഷൻസിനെ സൂചിപ്പിക്കാനാണ് എയ്തർ ഓർ ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഇൻ സെന്റൻസസ് in the affirmative sense when referring to choice between two questions. അതായത് പോസിറ്റീവായ, അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവായ കാര്യങ്ങൾ പറയാനാണ് എയ്തർ ഓർ യൂസ് ചെയ്യുന്നത്. Again it emphasizes the fact that the choice is limited to only two given option. തന്നതിൽ രണ്ട് കാര്യങ്ങൾ ലിമിറ്റഡ്, രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, അതാണ് അതിന്റെ ലിമിറ്റേഷൻ. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. I want either the cheese cake or the chocolate cake. എനിക്ക് ഒന്നെങ്കിൽ ചീസ് കേക്ക് വേണം അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്ക് വേണം. ഓക്കെ, ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്ന് പറയാനാണ് എയ്തർ ഓർ ഉപയോഗിക്കുക. ഓക്കെ, നോക്കിയേ, ഹി വിൽ സെൽ ഹിസ് കാർ ഓർ ഹി വിൽ ബോറോ സം മണി. ഇത് നമുക്ക് എയ്തർ ഓർ ഉപയോഗിച്ചിട്ടൊന്ന് യോജിപ്പിക്കണം. അപ്പൊ നോക്കിയേ, ഹി വിൽ എയ്തർ സെൽ ഹിസ് കാർ ഓർ ബോറോ സം മണി. ഓക്കെ, അപ്പൊ ഇവിടെ ഹി വില്ല് രണ്ടിലും കോമണാ. ഇവിടെ എന്താ ഡിഫറൻസ്? ഒന്നുകിൽ സെൽ കാർ, കാറ് വിൽക്കണം, അല്ലെങ്കിൽ പൈസ കാണാൻ പഠിക്കും. രണ്ട് വെർബുകളാണ് അവിടെ വ്യത്യാസം. അതുകൊണ്ട് ആ വ്യത്യാസം ഉള്ളതിന് മുമ്പിൽ എയ്തർ സെൽ കാർ ഓർ ബോറോ സം. ഇനി അതേപോലെ നോക്കി, യു മസ്റ്റ് രണ്ട് സ്ഥലത്തുണ്ട്. ഇവിടെ ഡിഫറെന്റ് ആയ കാര്യം എന്താ? ഒന്നുകിൽ ടേക്ക് ടാക്സി വിളിക്കണം, നീ ഒന്നുകിൽ ടാക്സി വിളിക്കണം, അല്ലെങ്കിൽ യു മസ്റ്റ് സീ ദ ഫിലിം, അല്ലെങ്കിൽ സിനിമ കാണണമെന്നോ. അല്ല, അത് തെറ്റാണല്ലോ. ഗോ ബൈ ബസ് എന്നായിരിക്കെ, ഗോ ബൈ ബസ് പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. ഒന്നുകിൽ നീ ടാക്സി വിളിക്കണം, അല്ലെങ്കിൽ യു മസ്റ്റ് ഗോ ബൈ ബസ്. അപ്പൊ ഇത് കോമൺ ആണ്. ഏത്? യു മസ്റ്റ്. അതവിടെ എഴുതി വെക്കുക. എന്നിട്ട് പറയാ രണ്ടെണ്ണം ചോയ്സ് ഏതൊക്കെയാ? ഗോ ബൈ ബസ്സും ടേക്ക് എ ടാക്സി. അപ്പോൾ എയ്തർ ടേക്ക് എ ടാക്സി ഓർ ഗോ ബൈ ബസ്.
ചോയ്സ് ആയിട്ട് തന്നിരിക്കുന്നതിൻ്റെ അപ്പുറം. പ്രണവേ ലേറ്റ് ആയിപ്പോയോ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, സ്ഥിരമായിട്ട് വരുന്നത് എനിക്കറിയാം കേട്ടോ, നിങ്ങൾ ആരൊക്കെയാ എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, എയ്തർ ടേക്ക് എ ടാക്സി ഓർ ഗോ ബൈ ബസ്. ചോയ്സ് എന്താണോ അതിന്റെ മുമ്പിലാണ്. അപ്പൊ ഇവിടെ ടേക്ക് എ ടാക്സി ഇത് അല്ലേ, ടേക്ക് ഇത് വെർബാണ്, ഇത് വെർബാണ്. ചില സമയത്ത് സബ്ജക്റ്റിന്റെ മുമ്പ് തന്നെ വരും എയ്തർ ഓർ. ഇപ്പൊ കമ്പൈനിങ് ഡിഫറെന്റ് സബ്ജക്റ്റ് നോക്കിയാൽ, മീര വിൽ ടെൽ ദ ട്രൂത്ത്, മീനു വിൽ ടെൽ ദ ട്രൂത്ത്. അപ്പൊ വിൽ ടെൽ ദ ട്രൂത്ത് കോമണാ. ഇവിടെ ആരൊക്കെ ചോയ്സ്? ഒന്നുകിൽ മീര അല്ലെങ്കിൽ മീനു. അപ്പൊ അതുകൊണ്ട് എയ്തർ മീര ഓർ മീനു വിൽ ടേക്ക് ദ ട്രൂത്ത്. അതുപോലെ രാജുസ് ഫാദർ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ഓർ ഹിസ് മദർ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. അറ്റൻഡ് ദ മീറ്റിംഗ് കോമൺ ആണ്. ഇവിടെ എന്താ ചോയ്സ്? രാജുസ് ഫാദർ ആൻഡ് ഹിസ് മദർ. അതുകൊണ്ട് എയ്തർ രാജുസ് ഫാദർ ഓർ ഹിസ് മദർ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. ഈ പറഞ്ഞ സംശയം ഉണ്ട് ചോദിച്ചോ? ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ആളുകൾ വരികയും കൂടുതൽ സംശയങ്ങളൊക്കെ ചോദിക്കുകയും ക്ലാസ്സിനെ ആക്റ്റീവ് ആക്കണം. 10, 60, 70, 100ന്റെ അടുത്ത കണ്ട ആൾക്കാരുണ്ട് ഈ ബാച്ചിനകത്ത്. ആകെ 5 പേരാണ് ലൈവിനകത്തുള്ളത്. അപ്പോൾ വളരെയധികം വിഷമമുള്ളൊരു കാര്യം അത്. ഓക്കെ, യെസ്. അപ്പൊ നോക്കിയേ, ഇത് സംശയം ഉണ്ടോ? എയ്തർ ഓർ നമുക്ക് വെർബുകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എന്താണോ നമ്മൾ ചോയ്സ് കൊടുക്കുന്നത് അതിന്റെ മുമ്പിലാണ് ഒന്നിന്റെ മുമ്പിൽ എയ്തറും മറ്റിന്റെ മുമ്പിൽ ഓറും. ഇനി ഇതിനെ നെഗറ്റീവായി പറയാൻ നമ്മൾ നെയ്തർ നോറാണ് ഉപയോഗിക്കുക. നെയ്തർ നോർ. ഫ്രാൻസിസ് ഇസ് നോട്ട് റിച്ച്, ഫ്രാൻസിസ് ഇസ് നോട്ട് വൈസ്. നേരത്തത് അഫർമേറ്റീവ് സെന്റൻസ്, അത് പോസിറ്റീവായ കാര്യങ്ങൾ പറയാനാണ് എയ്തർ ഓർ എങ്കിൽ, അതിന്റെ നെഗറ്റീവ് കാര്യം പറയാൻ നെയ്തർ നോർ ഉപയോഗിക്കുന്നു. നോക്കി, ഇവിടെ ഫ്രാൻസിസ് 2 സ്ഥലത്തുണ്ട്. അത് ഫ്രാൻസിസ് കോമൺ ആണ്. നോട്ട് റിച്ച്, നോട്ട് വൈസ്. അപ്പൊ വൈസ്, റിച്ച് എന്നിവയാണ് ഇവിടുത്തെ ചോയ്സ്. അതുകൊണ്ട് ഫ്രാൻസിസ് ഈസ് നെയ്തർ റിച്ച് നോർ വൈസ്. സബ്ജക്റ്റ് മാത്രമല്ലാതെ വെർബ് മാത്രം യോജിപ്പിക്കാൻ, അതല്ല ഞാൻ ഇപ്പൊ പറഞ്ഞേ, പ്രണവേ ഇപ്പൊ പറഞ്ഞല്ലോ. ആദ്യം പറഞ്ഞത് ഞാൻ വെർബായിരുന്നു. എന്താ? ഹി വിൽ സെൽ ഹിസ് കാർ, ഹി വിൽ ബോറോ സം മണി. അപ്പൊ ഈ സെല്ലും ബോറോ ആണ് ഇവിടെ ചോയ്സ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഹി വിൽ എയ്തർ സെൽ ഹിസ് കാർ ഓർ ബോറോ സം മണി. Got it? Okay അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഈ നെയ്തർ നോർ വെച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വെർബുകളെ എങ്ങനെ യോജിപ്പിക്കാം? ഷി കുഡ് നോട്ട് റൺ, ഷി കുഡ് നോട്ട് ഡിഫെൻഡ്. അപ്പൊ ഡിഫെൻഡും റണ്ണും ആണ്. ഓടാനും പറ്റിയില്ല, പ്രതിരോധിക്കാനും പറ്റിയില്ല. അപ്പൊ ഷി കുഡ് നെയ്തർ റൺ നോർ ഡിഫെൻഡ്. ഹി ഡസൻ സ്മോക്ക്, ഹി ഡസൻ ഡ്രിങ്ക്. അപ്പൊ സ്മോക്കും ഡ്രിങ്കും ആണ് വന്നിട്ടുള്ളത് ചോയ്സ്. അപ്പൊ ഹി നെയ്തർ സ്മോക്സ് നോർ ഡ്രിങ്ക്സ്. ഇതാണ് നെയ്തർ നോറിന്റെ ഉപയോഗം. ഇനി അതേപോലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നോക്കാം. ഡിഫറെന്റ് സബ്ജക്റ്റ്. ഹി ഈസ് നോട്ട് ബ്രില്യൻറ്റ്. അപ്പോൾ ഹി, ദേ ആർ നോട്ട് ബ്രില്യൻറ്റ്. ഹിയും ദേ ആണ് അവിടെ ചോയ്സ്. അപ്പോൾ നെയ്തർ ഹി നോർ ദേ ആർ ബ്രില്യൻറ്റ്. ദേ ആർ നോട്ട് ദെയർ, ഷീ ഈസ് നോട്ട് ദെയർ. അപ്പോൾ ഷീയും ദേയും, നെയ്തർ ദേ നോർ ഷീ ഈസ് ഹിയർ. ഓക്കെ, ഓക്കെ അല്ലേ? ക്ലിയർ? അത്രയേ ഉള്ളൂ. ഇത് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വെറുതെ കുറേ സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വെദർ ഓറിലേക്ക് പോകണം. വെദർ ഓർ എന്താണ്? വെദർ ഓർ, വെദർ ഓർ എക്സ്പ്രസ് എ ഡൗട്ട്. ഒരു ഡൗട്ട് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. 2 പോസിബിൾ ഓപ്ഷനുകളിൽ ഡൗട്ട്, സംശയം. I don't know whether the white paint or the green paint is better. വെള്ള പെയിന്റ് ആണോ അല്ലെങ്കിൽ പച്ചയാണോ നല്ലതെന്ന് എനിക്കറിയില്ല. ഒരു ഡൗട്ടാണ്. He is not sure whether he will be able to attend the game or not. ഗെയിം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, ഇങ്ങനെ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇനി whether we stay home and eat pizza or we go out and watch a film. ഇവിടെ എന്താ സംഭവിച്ചാൽ ചില സമയത്ത് വെദർ ഓർ ഇൻഡിക്കേറ്റ് ദാറ്റ് സംതിങ് വിൽ ഹാപ്പൻ നോ മാറ്റർ. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ വെദർ ഓർ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട്.
അതായത് വെദർ വി സ്റ്റേ ഹോം, നമ്മൾ വീട്ടിൽ നിന്നാലും വീട്ടിൽ നിന്ന് പിസ കഴിച്ചാലും വി ഗോ ഔട്ട് ആൻഡ് വാച്ച് ഫിലിം, പുറത്തു പോയി സിനിമ കണ്ടാലും ഐ എം ഷുവർ വിൽ ഹാവ് എ ഗുഡ് ടൈം. രണ്ടും നല്ലതാണ്. ഇങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലും വെദർ ഓർ യൂസ് ചെയ്യാറുണ്ട്. ഡൗട്ട് പറയുന്നത് മാത്രമല്ല ഇങ്ങനെയും യൂസ് ചെയ്യാറുണ്ട്. ഐ എം ഗോയിങ് ടു ഹെൽപ്പ് യു വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. നീ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ വെദർ ഓർ മനസ്സിലായല്ലോ. കുറച്ച് എക്സാമ്പിൾസോടെ നോക്കിക്കോളൂ. എ സ്റ്റുഡൻറ് വിൽ ഹാവ് ടു ലേൺ ഓൾ ദ ലെസൺസ് വെദർ ദേ ആർ ഈസി ഓർ ഡിഫിക്കൽട്ട്. ബുദ്ധിമുട്ടായാലും ഈസി ആണെങ്കിലും സ്റ്റുഡൻറ് എന്ത് ചെയ്യണം? എല്ലാ ലെസൺസും പഠിക്കണം. ഹി മൈറ്റ് കം, ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം ഓർ നോട്ട്. വരുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അവിടെ എന്താണ്? ഡൗട്ടാണ് അല്ലേ? ഏതൊരു പകരം യൂസ് ചെയ്യാൻ പറ്റില്ലേ? എയ്തർ ഓർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഏതിലാ യൂസ് ചെയ്യാം? കാരണം പോസിറ്റീവ് സെൻസ് അല്ലേ. എയ്തർ ഓർ പോസിറ്റീവായ സ്ഥലത്ത് യൂസ് ചെയ്യാം, വെദർ ഓറിന് പകരം യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ വെദർ ഓർ ചില സമയത്ത് ഡൗട്ട് യൂസ് പറയാൻ വേണ്ടി ഉപയോഗിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എയ്തർ ഓർ യൂസ് ചെയ്യാൻ പറ്റില്ല, റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഡൗട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. എക്സ്പ്രസ് എ ഡൗട്ട്, ഒരു ഡൗട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അവിടെ റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത രീതി ഈ രൂപത്തിൽ പറയുകയാണെങ്കിൽ വെദർ ഓറിന് പകരം എയ്തർ ഓർ റിപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി ബോത്ത് ആൻഡ് എന്ന് പറയുന്ന വേർഡാണ്. ബോത്ത് ആൻഡിന്റെ പ്രത്യേകത രണ്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ ബോത്ത് ആൻഡ്. ഓക്കെ, ബോത്ത് ആലിസ് ആൻഡ് സൂസൻ. ആലിസും സൂസനും ഹാവ് ടു കംപ്ലൈ വിത്ത് റൂൾസ്. They are both tired and hungry after shopping. He is both smart and resourceful. My father was both happy and sad when I got married. രണ്ടും എന്ന അർത്ഥത്തിൽ പറയാനാണ് ബോത്ത് ആൻഡ് ഉപയോഗിക്കുക. കൂടുതലൊന്നും പഠിക്കുകയല്ല അത്, അതാണ് ഞാൻ അധികം ഡിസ്കസ് ചെയ്യാത്തത്. ബോത്ത് ആൻഡ് എന്ന് പറയുന്നത് ഒരു കോറിലേറ്റീവ് ആണ്. രണ്ടും എന്ന് അർത്ഥത്തിൽ യൂസ് ചെയ്യാനാണ്. ഇതൊക്കെ എങ്ങനെ എക്സാമിന് വരുമെന്നല്ലേ ഞാൻ തരാം, ക്വസ്റ്റ്യൻ തരാം. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇത് മാത്രമല്ല അതും കൂടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ദ കാർ നോട്ട് ഓൺലി ഈസ് എക്കണോമിക്കലി, കാറ് സാമ്പത്തികമായി ലാഭം മാത്രമല്ല, but also feels good to drive, ഓടിക്കാനും നല്ലതാണ്. ഹി ഈസ് നോട്ട് ഓൺലി ഇന്റലിജന്റ്, അദ്ദേഹം ഇന്റലിജന്റ് ആണെന്ന് മാത്രമല്ല, but also ഫണ്ണി, തമാശക്കാരൻ കൂടിയാണ്. അപ്പൊ ഇങ്ങനെ മാത്രമല്ല അങ്ങനെയും കൂടി എന്ന് പറയാനാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ യൂസ് ചെയ്യുന്നത്. നെഹ്റു വാസ് നോട്ട് ഓൺലി എ ഗ്രേറ്റ് സ്റ്റേറ്റ്മാൻ ബട്ട് ഓൾസോ എ ഗുഡ് റൈറ്റർ. നോട്ട് ഓൺലി ബട്ട് ഓൾസോക്ക് അറിയാത്ത ആൾക്കാരുണ്ടോ? ഇല്ല, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുതൽ പറഞ്ഞു വരുന്നത് പഠിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ പഠിക്കാനൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് കുറച്ച് ശ്രദ്ധിക്കണം. നോ സൂണർ ദാൻ, ഉടൻ തന്നെ. 5 ക്വസ്റ്റ്യൻ വരെ കേൾക്കുന്ന ഞാൻ തരാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടാ. നോ സൂണർ ദാൻ, ഉടൻ തന്നെ. ദ പോലീസ് അറൈവ്ഡ്, പോലീസ് എത്തി. ഉടൻ തന്നെ, അറ്റ് വൺസ്. ദ തീഫ് റാൻ അവേ. ഇതിനെ നമുക്ക് നോ സൂണർ ദാൻ വെച്ചിട്ട് നമുക്ക് പറയണം. നോ സൂണർ, ഇവിടെ പോലീസ് അറൈവ്ഡ് എന്ന് പറയുമ്പോൾ ഡിഡ് ആണുള്ളത്, ഇത് പാസ്റ്റ് ആണ്. അതുകൊണ്ട് നോ സൂണർ കഴിഞ്ഞ് അതിന്റെ ഓക്സിലറി ഡിഡ് പുറത്തെടുത്തിട്ട് നോ സൂണർ ഡിഡ് ദ പോലീസ് അറൈവ് ദാൻ ദ തീഫ് റാൻ അവേ. ഡിഡ് വന്ന എങ്ങനെ? അറൈവ്ഡ് ആയതുകൊണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. as soon as the rain stops, they rush out of the house. ഇതിനെ നമ്മൾ യോജിപ്പിക്കുമ്പോൾ ഇവിടെ സ്റ്റോപ്സ് ആണ്, അപ്പൊ ഡസ് വരിക. അപ്പൊ ഇത് നമ്മൾ നോ സൂണർ ഡസ് ദ ട്രെയിൻ സ്റ്റോപ്സ് ദെൻ ദേ റഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ്. അതേപോലെ as soon as the rain stopped എന്ന് പറഞ്ഞുകൊണ്ട് നോ സൂണർ ഡിഡ് ദ റെയിൻ സ്റ്റോപ്പ് ദാൻ ദ റഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ്. as soon as the rain had stopped ഉണ്ടാവും, അതുകൊണ്ട് നോ സൂണർ had the rain stopped then the rest out of the house. ഇങ്ങനെയാണ് നോ സൂണർ കഴിഞ്ഞ് ഡസ് ആണോ ഡിഡ് ആണോ ഹാഡ് ആണോ വരുന്നതെന്ന് സൂചിപ്പിക്കുന്നത്. അത് ഏതിലേക്കാണോ മാറ്റുന്നത് ആ തന്ന സെന്റൻസിന്റെ ടെൻസ് അനുസരിച്ചാണ്. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ഇതിനകത്ത് വേറെ ഒന്നും പഠിക്കാനൊന്നുമില്ല കേട്ടോ, ഈസി ആയിട്ടുള്ള കാര്യമാണ്. as soon as he finishes, ഫിനിഷസ്, അതുകൊണ്ട് നോ സൂണർ ഡസ് ഷീ ഫിനിഷ്. as soon as she finished, അതുകൊണ്ട് നോ സൂണർ ഡിഡ്. ഇത് ചോദിക്കുമ്പോൾ ഡാഷ് തരും. അപ്പൊ നിങ്ങൾ തൊട്ടുമുമ്പത്തെ സെന്റൻസ് നോക്കണം. ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഡിഡ് അല്ലെങ്കിൽ ഡസ്, അല്ലെങ്കിൽ ഇവിടെ ഹാഡ് ആണെങ്കിൽ നോ സൂണർ ഷി ഹാഡ് എന്നുള്ളത് നോ സൂണർ ഹാഡ് ഷി ഫിനിഷ്ഡ് വൺസ് പ്രോജക്ട് ദാൻ ഷീ സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ്. ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത് തുടങ്ങിയിരുന്നു. നോ സൂണർ ദാൻ. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോ സൂണറിന്റെ കേസിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്
വെദർ ഓർ കഴിഞ്ഞു, ബോത്ത് ആൻഡ് കഴിഞ്ഞു, നോ സൂണർ ദാൻ കഴിഞ്ഞു. ഇനി നമുക്ക് റാദർ ദാൻ, സോറി, റാദർ ദാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത്, പ്രിഫറൻസ് പറയാനാണ് അതിനേക്കാൾ നല്ലത്. ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഗോ സെപ്റ്റംബർ റാദർ ദാൻ ഓഗസ്റ്റ്. ഓഗസ്റ്റ് പോണേക്കാൾ നല്ലത് സെപ്റ്റംബറിൽ പോകുന്നതാണ്. ഐ പ്രിഫർ ടു ലീവ് നൗ റാദർ ദാൻ വെയിറ്റ് ഫോർ ഓൾ ദ സ്പീച്ചസ്. എല്ലാ സ്പീച്ചും കാത്തുക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, ഇപ്പോൾ പോകാനാണ്. ഇറ്റ് ഡിസൈഡ് ടു റൈറ്റ് റാദർ ദാൻ ടെലിഫോൺ. ഫോൺ വിളിക്കുന്നതിനേക്കാൾ നല്ലത് എഴുതാനാണ്. ഓക്കെ, യെസ്, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. റാദർ ദാൻ്റെ ഉപയോഗം അതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ചോദ്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഉത്തരം എന്താണ്? മിസ് പ്രണവ്, ആരാ സ്റ്റേജിലേക്ക് വരാൻ തയ്യാറുള്ള? ജിൻസി, രജിത, പ്രണവ്, ആരെയും താല്പര്യം ഉണ്ടെങ്കിൽ മറ്റേ സ്റ്റേജിന്റെ ബട്ടൺ അമർത്തിയാൽ മതി കേട്ടോ. പ്രണവിന് റിക്വസ്റ്റ് അയച്ചിട്ടുള്ള പ്രണവ് സ്ഥലത്തില്ലേ? ആ, പ്രണവ് ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലല്ലോ. ഹലോ, കേൾക്കാവോ? ഈ ചോദ്യം 1 ഉത്തരം എന്ന് പറഞ്ഞേ. കേസരി, I had reached the station when the train started. വെരി ഗുഡ്. എങ്ങനെ മനസ്സിലായി? കേസരി. ആ, സ്കേഴ്സ്ലി വെൻ എന്നാണ് ആ കോറിലേറ്റീവ് അല്ലേ? ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഹാർഡ്ലി ഹാർഡ് ഹി റീച്ച് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ അറൈവ്ഡ്. ഇതിന്റെ ആൻസർ എന്താ പറഞ്ഞേക്ക്? ഹാഡ്ലി താൻ വരാ. ഹാഡ്ലി വെൻ വെൻ ഹാർഡ്ലി വെൻ വെൻ അല്ലേ വരാ? ആ, യെസ്. അതായത് ഹാർഡ്ലി വരുമ്പോ നമ്മൾ ആദ്യം തുടക്കത്തിൽ പഠിച്ചു ഹാർഡ്ലിയും സ്കേഴ്സ്ലിയും അല്ലേ? സ്കേഴ്സ്ലി വെന്ന് അല്ലെങ്കിൽ ഹാർഡ്ലി, രണ്ടിന്റെ ഒരേ ഉപയോഗമാണ്. ഹാർഡ്ലി വെൻ ഒരേ അർത്ഥമാണ്. അപ്പൊ ഇവിടെ ഹാർഡ്ലി ഉണ്ടെങ്കിൽ ഹാർഡ്ലി ഹാർഡ് ഉണ്ട് അല്ലെ? ഇവിടെ വെന്നാണ് വരിക. എവിടെ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. LDCയുടെ പഴയ ഒരു ചോദ്യമാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ വരിക? ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ട്രെയിൻ വന്നു, അങ്ങനല്ലേ? ഹാർഡ്ലി ഹാർഡ് ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ. അയാൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും when the train arrived, ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, when the train arrived. അടുത്തത്, ഹാർഡ്ലി ഹാർഡ് ഹി stood up dash the teacher asked him to sit down. ഇതിൽ ഏതാ വരിക? when. അപ്പൊ ഇങ്ങനെ തന്നെ ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക ചെയ്യുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞേ. വേറെ ആർക്കെങ്കിലും ആൻസർ പറയാനുണ്ടെങ്കിൽ റിക്വസ്റ്റ് അയക്കാട്ടോ ചാനലിലേക്ക്. രജിത, ജിൻസി, അഞ്ജു. പ്രണവേ പറ, ആൻസർ പറ. നോ സൂണർ ഡിഡ് ഹി ബിഗാൻ ഓപ്പൺ ദ ഗേറ്റ് ഡാഷ് ദ ഡോഗ്സ് ബിഗാൻ ടു ബാർക്ക്. നോട്ട് സൂണർ ദാൻ. വെരി ഗുഡ്. അതാ രജിത ആൻസർ ചെയ്തില്ല. രജിത ദാൻ ആണ് അല്ലേ? കാരണം എന്താ ആൻസർ? നമ്മളെ കൺജങ്ഷൻ ഏതാ? നോ സൂണർ കുത്ത് ദാൻ അല്ലേ? നോ സൂണർ ദാൻ ആണ്. അപ്പൊ നോ സൂണർ കണ്ടെങ്കിൽ ദാൻ ആയിരിക്കും, വെന്നല്ല. ഓപ്ഷൻ എ അല്ല. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. The foreigner had a dash got food on the street when he was knocked down by a car. Answer is not. Hadley when. Hadley when. എന്താ രജിതക്ക് എന്താ പറയാനുള്ള? ടൈപ്പ്. പ്രണവ് പറയുന്നത് ഹാർഡ്ലി ആണെന്ന്. എങ്ങനെയാ പ്രണവ് ഹാർഡ്ലി എന്ന് മനസ്സിലായത്? The foreign had hardly got foot on the street when. അല്ലേ? ഹാർഡ്ലി അതുപോലെ സ്കേഴ്സ്ലി, ഇതിന്റെ കൂടെ എന്താ വരിക? വെന്നല്ല വരിക. അതാ വെണ്ണിരിക്കുന്നത് അപ്പുറത്ത്. ഇനി ഇവിടെ വേറെ കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ സാധാരണ 1, 2, 3 ഓർഡർ ആണ് എഴുതുക. അതായത് ഹാർഡ്ലി ഹാഡ് ദ ഫോറിനർ എന്നാണ് വേണ്ടത് അല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്നത് തിരിച്ചാണ്. ദ ഫോറിനർ ഹാഡ് ഹാർഡ്ലി. ഇങ്ങനെ എഴുതാലോ? എഴുതിക്കൂടെ? 3, 2, 1 ഓർഡർ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നില്ലേ? 1, 2, 3 ഓർഡറിലും എഴുതാം, 3, 2 1 ഓർഡറിലും എഴുതാം.
ദ ഫോറിനർ ഹാഡ് ഹാർഡ്ലി എന്ന് എഴുതാം, ഹാർഡ്ലി ഹാഡ് ദ ഫോറിനർ എന്ന് എഴുതാം. അതിനാണ് ഞാൻ അവിടെ പോയിന്റ് കൃത്യമായി പറഞ്ഞത്. ഓക്കെ, അതിവിടെ ശരി ഉത്തരം ഹാർഡ്ലി ആണ്. കാരണം അവിടെ വെന്ന് കണ്ടു, ഹാർഡ്ലി. ഒന്നുകിൽ ഹാർഡ്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി. സ്കേഴ്സ്ലി ഇവിടെ ഇല്ലല്ലോ. നോ സൂണർ ആണെങ്കിൽ എന്താ വരിക? നോ സൂണർ ദാൻ. നോ സൂണർ ദാൻ ആണ് വരിക അല്ലേ? അടുത്ത ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. Dash my mother, dash my father want me to be a lawyer. Both and. ശരിക്കും നോക്കിക്കോ, എല്ലാം വെച്ച് നോക്കിക്കോ. തീരുമാനമാക്കിയോ പ്രണവേ? ബോത്ത് ആൻഡ് അല്ലേ വരിക? ബോത്ത് ആൻഡ്. എന്തുകൊണ്ട് നെയ്തർ നോർ വന്നൂടാ? നെയ്തർ മൈ മദർ നോർ മൈ ഫാദർ വാണ്ട് മീ ടു ബി എ ലോയർ. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഞാനൊരു അഡ്വക്കേറ്റ് ആവണ്ട. പറഞ്ഞൂടെ? വാണ്ട് ടു ബി അല്ലേ, ആവണമെന്നല്ലേ? വാണ്ട് ടു ബി എ ലോയർ. വാണ്ട് മീ ടു ബി എ ലോയർ അത് നമുക്ക് വേണ്ടാന്ന രീതിയിൽ പറഞ്ഞൂടെ? നെയ്തർ ബൈ മദർ നോർ മൈ ഫാദർ. എൻ്റെ അച്ഛനും ആവണ്ട, അമ്മയ്ക്കും ആവണ്ട. അമ്മയ്ക്കും അച്ഛനും ഞാനൊരു വക്കീലാവണ്ട. അതേമാതിരി എയ്തർ ഓർ വെച്ചൂടെ? എയ്തർ മൈ മദർ, എൻ്റെ അച്ഛനോ, ഓർ മൈ ഫാദർ, രണ്ടുപേർക്കും അതിനടുത്ത് സൂട്ടബിൾ അല്ല എന്ന് നമുക്ക് പറയാം. എന്നാൽ അവിടെ ഗ്രാമാറ്റിക്കലി തെറ്റൊന്നുമില്ല. എയ്തർ ഓർ വെച്ചാലും നെയ്തറിനോട് വെച്ചാലും വെച്ചൂടെ? അപ്പൊ എന്തുകൊണ്ട് ബോത്ത് ആൻഡ് ശരിയാകുന്നു? ബോത്തുമായി ഇപ്പൊ പ്രണവ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ബോത്ത് മൈ ഫാദർ ആൻഡ് മൈ ഫാദർ, ബോത്ത് മൈ മദർ ആൻഡ് മൈ ഫാദർ വാണ്ട് മീ ടു ബി എ ലോയർ. രണ്ടുപേർക്കും ഞാനൊരു വക്കീലാവണം. എന്തുകൊണ്ട് ഇത് തെറ്റാന്നുള്ളത് ഒരു കാര്യമേ ഉള്ളൂ, ശ്രദ്ധിക്കണം. ഈ എയ്തർ ഓറും നെയ്തർ ഓറും ഇവിടെ തെറ്റെന്ന് പറയാൻ പറ്റില്ല, ശരിയാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഈ നമ്മൾ കോൺകോഡ് പഠിക്കുമ്പോൾ ഒരു പോയിന്റ് പഠിക്കുന്നുണ്ട് സബ്ജക്റ്റ് വർക്ക് അഗ്രിമെന്റിൽ. എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇത് അതിൽ ഓർ ഏതർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വന്നാൽ സെക്കൻഡ് സബ്ജക്റ്റ് പരിഗണിക്കണം എന്ന് പറയില്ലേ? സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് എന്ത് വേണം? ക്രിയ എഴുതണം. ഇവിടെ സെക്കൻഡ് സബ്ജക്റ്റ് മൈ മദർ ആണോ മൈ ഫാദർ ആണോ? മൈ ഫാദർ സിംഗുലർ ആണ് അല്ലേ? അപ്പൊ ഇവിടെ വാൻസ് എന്ന് വേണ്ടേ? അതെ, അതില്ലാത്തത് കൊണ്ടാണ് അത് ശരിയല്ലാത്തത്. ഇല്ലെങ്കിൽ ഇത് ആൻസർ ശരിയാ. നെയ്തർ മൈ മദർ നോർ മൈ ഫാദർ വാൻസ് മീ ടു ബി എ ലോയർ എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ അവിടെ വാൻസിന്റെ എസ് ഇല്ല, സിംഗുലർ അല്ലാത്തത് കൊണ്ടാണ് ബോത്ത് ആൻഡ് ശരിയാവുന്നത്. ബോത്ത് ആൻഡ് ഉപയോഗിക്കുമ്പോൾ പ്ലൂറില്ല. ഓക്കെ, അതെ. കാര്യം പിടിയിട്ടില്ലേ? കിട്ടി. ഇതിന്റെ ആൻസർ ഒന്ന് എഴുതിയ ഏഴാമത്തെ ചോദ്യത്തിന്റെ. ഡാഷ് അബിൻ ഡാഷ് സുബിൻ ലൈക്ക് സോക്കർ, ദേ ലൈക്ക് ബാഡ്മിന്റൺ. ഇവിടെ സുബിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. എന്ത് വരുമ്പോ? എയ്തർ ഓറും നെയ്തർ നോട്ട് ഓൺലി ബട്ട് ഓൾസോയും അല്ലേ? നെയ്തർ നോർ. ഇവിടെ ലൈക്സ് എന്ന് വേണം അല്ലേ? അതുകൊണ്ട് അതായത് നെയ്തർ നോറും നോട്ട് ഓൺലി ബട്ട് ഓൾസോയും എയ്തർ ഓറും ഉപയോഗിച്ചാൽ സെക്കൻഡ് സബ്ജക്റ്റ് ആയ സുബിനനുസരിച്ച് വെർബ് എഴുതണം. ലൈക്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ ബോത്ത് ആൻഡ് അബിൻ ആൻഡ് സുബിൻ ലൈക്ക് സോക്കർ, ദേ ലൈക്ക് ബാഡ്മിന്റൺ. മനസ്സിലായോ? പോയിന്റ് കിട്ടിയോ? കിട്ടി. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ചത്. My brother was Dash the first winner. Dash he was the best student of the year. Both or ആണോ സാർ? Both or എന്ന് പറഞ്ഞൊരു പ്രയോഗം ഉണ്ടോ? Both and അല്ലേ? അതാ തെറ്റിയതാണോ എന്നറിയാൻ. അപ്പൊ അത് നമ്മളെ എലിമിനേറ്റ് ചെയ്യാ. ഇനി ഇതിൽ മൂന്നേതാ? അവിടെ സൂട്ട് ആവുന്നത് എയ്തർ ഓർ ഒന്നുകിൽ സബ്ജക്റ്റിന്റെ മുമ്പിൽ അല്ലെങ്കിൽ വെർബിന്റെ മുമ്പിൽ. ഇവിടെ ഒന്ന് ദ ഫസ്റ്റ് വിന്നർ എന്ന് പറയുമ്പോൾ നൗണ് ഒന്ന്, അപ്പൊ അത് ഷൂട്ട് ആവില്ല. നെയ്തർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ.
വെച്ച് നോക്കുക, മീനിങ് നോക്കുക. മൈ ബ്രദർ, എന്റെ ബ്രദർ വാസ് നോട്ട് ഓൺലി ദ ഫസ്റ്റ് വിന്നർ, ആദ്യത്തെ വിന്നർ മാത്രമല്ല, ബട്ട് ഓൾസോ ഹി വാസ് ദ സ്റ്റുഡൻസ് ഓഫ് ദി സ്കൂൾ, സ്കൂൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് കൂടിയാണ്. മീനിങ് ആണ് അവിടെ പ്രശ്നം. ഓക്കെ, കഴിഞ്ഞു. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നീട് വർക്കൗട്ട് ചെയ്യും കേട്ടോ. പാഠങ്ങളുടെ ലെസൺസിനോട് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോകുന്നുള്ളൂ, ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് എല്ലാ ടോപ്പിക്കും കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞാൽ 1000-ലധികം ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യും. അതായത് ഒറ്റ ക്ലാസ്സിൽ തന്നെ 50, 60, 40, 30 മറ്റൊക്കെ 100 ചോദ്യമൊക്കെ ചിലപ്പോൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത് പോകും. വെറും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം ഉണ്ടാവും, പക്ഷെ എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ സെഷനോട് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.